ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തേത് ഒരു കുഞ്ഞു മോർണിംഗ് വ്ലോഗ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം. ഞാൻ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. കിച്ചണിലേക്ക് വന്നപ്പോൾ ആദ്യം കണ്ടത് ഇന്നലെ കഴുകി വെച്ച ബോട്ടിൽസാണ്. അതെല്ലാം ഒന്ന് അടപ്പിട്ട് മൂടി കബോർഡിലായിട്ട് വെക്കാനാണ്. രാത്രി കിച്ചൺ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയിലായിട്ട് ബോട്ടിൽസൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാവുമ്പോൾ രാവിലെ എണീക്കുമ്പോഴേക്കും അത് ഡ്രൈ ആയിട്ടുണ്ടാവും. പിന്നെ കബോർഡിലേക്ക് വെച്ചാൽ കബോർഡ് നനയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും രാത്രി തന്നെയാണ് ബോട്ടിൽസൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാറ്. പിന്നെ കുറച്ച് പാത്രങ്ങളും കഴുകി വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ റാക്കിലാക്കി വെച്ചു. വെള്ളത്തോടു കൂടി ഞാനൊന്നും എടുത്ത് വെക്കാറില്ല. ബാസ്ക്കറ്റിൽ കഴുകിയതിന് ശേഷം ബാസ്ക്കറ്റിൽ വെച്ചതിന് ശേഷമാണ് ഡ്രൈ ആയതിന് ശേഷം റാക്കുകളിലേക്കും കബോർഡ്സിലേക്കൊക്കെ മാറ്റാറ്. പിന്നെ ഞാൻ വെള്ളം കുടിച്ചു. എംപ്റ്റി സ്റ്റൊമക്കിൽ വെള്ളം കുടിക്കുന്നത് ചെറുപ്പം മുതലേ ഉള്ള ശീലമാണ് കേട്ടോ. അതുകൊണ്ട് എപ്പോഴും രാവിലെ എണീറ്റതും വെള്ളം കുടിക്കൽ നിർബന്ധമാണ്. കുട്ടികൾക്കും ആ ഒരു ശീലം കിട്ടിക്കോട്ടെ എന്ന് കരുതി നിർബന്ധിച്ച് തന്നെ വെള്ളം കുടിപ്പിക്കാറുണ്ട്. നല്ല ശീലങ്ങൾ അവരുടെ ഭാവിയിലേക്കുള്ള ആരോഗ്യത്തിനും നല്ലതായിരിക്കുമല്ലോ, അത് കരുതി നിർബന്ധിക്കാറുണ്ട്. പിന്നെ ഞാൻ ചായ വയ്ക്കാമെന്ന് കരുതി ചായക്കുള്ള പാലൊക്കെ വെച്ചു. പാല് ഒഴിക്കുന്നതിനിടയിൽ കുറച്ച് താഴെ പോയിട്ടുണ്ടായിരുന്നു. അതിനെയൊക്കെ അപ്പം തന്നെ ക്ലീൻ ചെയ്തെടുക്കല. പിന്നെ ഞാൻ പുറത്തൊക്കെ ഒന്ന് പോയി നോക്കാറുണ്ട്. എപ്പോഴും ഉള്ളത് തന്നെയാണ്. അത് ചെറുതായിട്ട് ഷൂട്ട് ചെയ്തു എന്ന് തന്നെ ഉള്ളൂ. എനിക്ക് പ്ലാന്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അധികം പ്ലാന്റ്സ് ഒന്നും ഇല്ല, കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ. പിന്നെ കുറച്ച് പൂച്ചെടികളുണ്ട്. അതിനിടയിൽ വന്നതാണ് ഈ പച്ചമുളക്. ഇത് ചെറിയ ചട്ടിയിലാണ് നിൽക്കുന്നുണ്ടെങ്കിലും ഇപ്പം തന്നെ ഒരു 10-15 എണ്ണം തന്നു കഴിഞ്ഞു. എന്നാൽ കൂടി വീണ്ടും വീണ്ടും പൂവും കായും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ വരുമ്പോഴേക്കും പാല് തിളച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായപ്പൊടിയൊക്കെ ഇട്ട് പാല് തിളപ്പിച്ചെടുത്തു. ചായ എപ്പോഴും തിളച്ച് വന്നത് ഓഫാക്കരുത്. ചായപ്പൊടി ഇട്ടതിന് ശേഷം കുറച്ച് നേരം സിമ്മിലാക്കി വെച്ചതിന് ശേഷമാണ് ഓഫാക്കേണ്ടത്. അപ്പോൾ ചായക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ആറ്റി പതപ്പിച്ചെടുക്കുന്ന ചായയാണ് ഞങ്ങൾക്കിഷ്ടം. അതുകൊണ്ട് തന്നെ നന്നായി ആറ്റി പതപ്പിക്കാറുണ്ട്. അത് നല്ല ടേസ്റ്റുള്ള ചായയായിട്ട് കിട്ടും. പിന്നെ അങ്ങനെ ഞാൻ സമാധാനമായിട്ട് ചായ കുടിക്കല. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ തലേന്ന് തന്നെ ആലോചിച്ച് വയ്ക്കാറുണ്ട്. അപ്പോൾ പിന്നെ രാവിലെ പണികളൊക്കെ എളുപ്പമാവും. അതുകൊണ്ടാണ് രാത്രി തന്നെ പ്ലാൻ ചെയ്ത് വയ്ക്കാറ്. ഇന്നപ്പോൾ പൂരിയും പൊട്ടറ്റോ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയുള്ള ഐറ്റംസൊക്കെ ഒന്ന് തെളിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ചായ കുടിക്കുന്നതിൻ്റെ ഇടയിലായിട്ട് പൂരിക്കുള്ള മാവ് കുഴച്ച് റെഡിയാക്കി സെറ്റാക്കി വെച്ചു. ഇനിയിപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്, മിക്കവരും ഉണ്ടാക്കുന്നതായിരിക്കും. എന്നാലും ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. ഇതിനധികം കഷ്ണങ്ങളോ പൊടികളോ ഒന്നും വേണ്ട. ഒരുപാട് മസാലക്കുത്തോ ഫ്ലേവറോ ഒന്നും ഇല്ലാത്തൊരു സിമ്പിളായിട്ടുള്ള കറിയാണ്. ഫ്ലേവർ ഇല്ലയെന്ന് വെച്ചാൽ മൈൽഡായിട്ടുള്ള ഇതിൻ്റെ ഫ്ലേവർ മാത്രമേ ഉള്ളൂ. ഇതിലാകെ ഇടുന്നത് ഉരുളക്കിഴങ്ങ്, വലിയുള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും പിന്നെ കുറച്ച് ഉപ്പും മാത്രം ഇടുക. 3 വിസിലിന് മാത്രം വേവിച്ച് അതിന് ശേഷം ഉടച്ചെടുത്ത് താളിച്ചെടുത്താൽ നമ്മുടെ കറി റെഡിയാവും. ഇതിപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കണമെന്ന് കരുതിയിട്ട് ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഞങ്ങൾക്ക് ഫേവറേറ്റ് ആണിത്. എൻ്റെ മോൾക്കാണ് ഇത് വലിയ ഇഷ്ടം. ഇപ്പോൾ മോനും കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കറിയാണ്. അങ്ങനെ കുക്കർ ഞാൻ ഇലക്ട്രിക് ടോപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗ്യാസും ഇലക്ട്രിക് ടോപ്പും ഞാൻ ഒരേപോലെ യൂസ് ചെയ്യാറുണ്ട്. ഇനി ഒരു 3 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ഞാൻ പൂരിക്കുള്ള ബോൾസൊക്കെ ഒന്ന് പരത്തിയെടുക്കല. ഒരുപാട് വലുതുമല്ല, എന്നാൽ ഒരുപാട് ചെറുതുമല്ല, ഒരു മീഡിയം സൈസിലായിട്ടാണ് ഞാൻ പൂരിയൊക്കെ പരത്തിയെടുക്കാറ്. ചപ്പാത്തിൻ്റെ അത്ര വലിപ്പം ഉണ്ടാവില്ല, എന്നാൽ ഒരുപാട് ചെറുതുമായിരിക്കില്ല. കഴിഞ്ഞ വീഡിയോയിൽ യൂട്യൂബിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലോ. അതിൽ വ്യൂസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ഇടുക. ഈ വീഡിയോയ്ക്കും കമൻ്റ് ഇടുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരാണ് അധികവും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ പൂരിക്കുള്ളതെല്ലാം പരത്തി കഴിഞ്ഞു. ഇനി എണ്ണയിലിട്ട് മുക്കി പൊരിച്ചെടുക്കല. ഞാൻ കത്തി കൊണ്ട് തന്നെയാണ് തിരിച്ച് മറിച്ച് ഇടാറ്. എനിക്ക് അതാണ് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാൻ അങ്ങനെയാണ് ശീലിച്ചിട്ടുള്ളത്. അങ്ങനെ പെട്ടെന്ന് ചുട്ടെടുക്കാൻ നോക്കുന്നുണ്ട്. അതിനിടയിൽ കുക്കർ ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. 3 വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേഗം
വേഗം പണികളൊക്കെ തീർക്കാൻ നോക്കുകയാണ്. ഈ ഒരു വീഡിയോ ശരിക്ക് ഡേ ഇൻ മൈ ലൈഫായിട്ട് എടുത്തതായിരുന്നു. പക്ഷേ വീഡിയോ ഒരുപാട് ലോങ് ആവുന്നുണ്ട്. കാണുന്നവർക്ക് ബോറിംഗ് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ 2 വീഡിയോ ആയിട്ട് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. എന്തായാലും വീഡിയോസൊക്കെ ഫുള്ളായി തന്നെ കാണാം. മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ഞാനിപ്പോൾ ഇടുന്ന വീഡിയോസ് വെർട്ടിക്കലായിട്ടാണ് എടുക്കുന്നത്, വേറൊന്നും കൊണ്ടല്ല. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ വേണ്ടി ഷോർട്സ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഷോർട്സായിട്ട് പാർട്ട് 1 പാർട്ട് 2 എന്നൊക്കെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വെർട്ടിക്കലായിട്ട് എടുക്കുന്നത്. അത് ആർക്കെങ്കിലും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട. അപ്പോൾ ഈ വീഡിയോ എന്തായാലും ഡേ ഇൻ മൈ ലൈഫിൻ്റെ പാർട്ട് 1 ആയിട്ട് തന്നെ ഞാൻ കൊടുക്കാം. പാർട്ട് 2 ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോസ് നെക്സ്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം. ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ആ വീഡിയോ 200 പേരൊക്കെ കാണുമെന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഒരു 500 വ്യൂസിന് മുകളിലുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ. ഇപ്പോൾ അത് 900 സംതിങ് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മിക്കവരും സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെയാണ് വീഡിയോസൊക്കെ കാണുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുക. അങ്ങനെ ഇവിടെ ബൂരിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞു. പിന്നെ കുക്കറിലുള്ള ഉരുളക്കിഴങ്ങൊക്കെ പുഴുങ്ങിയതിന് ഉടച്ചെടുത്ത് താളിച്ചെടുക്കലാണ്. ഇപ്പോൾ കടുകും വലിയ ജീരകവും കറിവേപ്പിലയും ചെറിയുള്ളി ഒക്കെ ഇട്ടിട്ടാണ് താളിച്ച് കൂട്ടുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ രാവിലെ ആയാലും ബുദ്ധിമുട്ടില്ലാണ്ട് വേഗം തന്നെ എളുപ്പത്തിൽ തീർക്കാൻ പറ്റുന്ന പണികളാണ് ഇതൊക്കെ. അങ്ങനെ വേഗം ഇക്കാക്ക് കഴിക്കാൻ കൊടുത്തു. ഇക്കാക്ക് കഴിക്കാൻ കൊടുത്തതിന് ശേഷം ഞാനും മോളും കൂടി ഇരുന്ന് കഴിച്ചു. മോൾക്ക് ഇഷ്ടപ്പെട്ടതാണ് ഇതൊക്കെ. അപ്പോൾ മോൾക്ക് ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അവളോട് കഴിക്കുകയെന്ന് പറഞ്ഞ് നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ തനിയെ കഴിച്ച് തീർന്നോളൂ. പിന്നെ ഞാൻ സ്കൂളിലേക്ക് മോളെ റെഡിയാക്കലാണ്. അവൾക്ക് മുടി 2 ഭാഗത്തും കെട്ടിയിട്ട് വേണം സ്കൂളിലേക്ക് പോകാൻ. അപ്പോൾ മുടിയൊക്കെ കെട്ടി റിബണും അതിൽ കെട്ടി കൊടുക്കുന്നുണ്ട്. മോൾക്ക് എപ്പോഴും റിബൺ കെട്ടി കൊടുക്കുമ്പോൾ എൻ്റെ ചെറുതിൽ ഞാനും റിബൺ കെട്ടിയതൊക്കെയാണ് പെട്ടെന്ന് ഓർമ്മ വരാറ് എപ്പോഴും. പിന്നെ അങ്ങനെ കൺമഷിയും പൗഡറും മാത്രമാണ് മോൾക്ക് ഇട്ട് കൊടുക്കാറ്. മോനവിടെ ഒപ്പം തന്നെയുണ്ട്, താത്താനെ റെഡിയാക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കല. ഈ ഒരു ഓയിലാണ് ഞങ്ങൾ ഹെയറിൽ യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഓയിലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ സ്കൂളിലേക്കൊക്കെ റെഡിയായി. ഇനി വാൻ വരാൻ ടൈമായി. ഡോറ് തുറന്ന ഉടനെ അവൻ ചാടും. അത് കാരണം ഡോറ് തുറക്കാറേ ഇല്ല, എപ്പോഴും അടച്ചു വെക്കാറാണുള്ളത്. ഇതാണ് ഞങ്ങളുടെ വീട്. 2 സെൻറ്റിലാണ് വീടുള്ളത്. മുകളിലേക്ക് എടുക്കാൻ പ്ലാൻ ഉണ്ട്, മുകളിലേക്ക് എടുത്തിട്ടില്ല. താഴ്ഭാഗം മാത്രമേ ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ സ്കൂൾ വാനും വന്നു. സ്കൂൾ വാനിൽ മോളെ കയറ്റി വിട്ടു. അങ്ങനെ അകത്ത് കയറാൻ നിൽക്കുമ്പോഴേക്കും മീൻകാരനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻ മേടിച്ചത് ഉള്ളത് കൊണ്ട് തന്നെ മീൻ മേടിച്ചില്ല. വെറുതെ ഒന്ന് നോക്കി തിരിച്ച് കയറി. പിന്നെ ഈ വീഡിയോൻ്റെ ബാക്കി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എന്തായാലും കാണാൻ മറക്കണ്ട. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.